ഞാൻ വിചാരിക്കുകയായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളൊന്നും ഇത് അറിയുന്നില്ല ഇത്. സാറ് നമ്മുടെ നമ്പ്യാർജി ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോളൂ. യെസ്, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. മേഡത്തിന് ഒരുപാട് അനുഭവം ഉണ്ട്, അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമാവുന്നേ ഉള്ളൂ. കാണ്ഡഹാർ IC ഫ്ലൈറ്റ്, നമ്മളുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് കാണ്ഡഹാറിൽ കൊണ്ടുപോയി നമ്മളെ നാടിനെ നശിപ്പിച്ച ഒരു കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ കഥ നശിപ്പിച്ചത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൊണ്ടാണ്. അടുത്തത് അതെ, അതിനു മുമ്പിൽ മേഡത്തിന് നന്നായിട്ട് അറിയാം, നമ്മളുടെ ഒരു പഴയ ഒരു എയർലൈൻ ഉണ്ടായിരുന്നു, ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ. ആ ഈസ്റ്റ് വെസ്റ്റ് എയർലൈനില് അത് നടന്നുകൊണ്ടിരിക്കുമ്പോ പുതിയ ഫ്ലൈറ്റ്, ബോയിങ് ഫ്ലൈറ്റ് കൊണ്ടുവരും. ആ ഫ്ലൈറ്റിനകത്ത് ഫുള്ളായിട്ട് ബൾക്ക് ഓഫ് കാർഗോസ് വരും. അതൊക്കെ AK-47 ഇങ്ങനത്തെ ഫ്ലൈറ്റ് ആയിരുന്നു. ആ ആംസ് ആൻഡ് അമ്യൂണേഷൻസ് ആയിരുന്നു. അത് അവിടുന്ന് ടാർമാക്കിൽ നിന്ന് ടാർമാക്ക് ടു ടാർമാക്ക് എന്ന് പറയും, ഷിഫ്റ്റ് ചെയ്ത് അത് ചെറിയൊരു കുട്ടി ഫ്ലൈറ്റിലാക്കി പുരുലിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരുപാട് കാട്ടിനുള്ളിൽ നിക്ഷേപിച്ചത് ചിലപ്പം നിങ്ങളൊക്കെ വാർത്ത കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ സംഭവിച്ചത് ഈ ഹാൻഡ്ലിംഗ് കൊണ്ടാണ്. നമ്മളുടെ എയർപോർട്ടിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഈ ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ നിന്ന് വരുന്നൊരു സാധനം അത് എയർപോർട്ടിന് വെളിയിലാണ് ഇന്റർനാഷണൽ എയർപോർട്ടും ഡൊമസ്റ്റിക് എയർപോർട്ടും. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ഒന്നുമില്ല, എല്ലാം ഒരേ സംഭവമാണ്. അതിന്റെ പേരാണ് ടാർമാക്ക്. അതായത് എയർ സൈഡിൽ ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ഒന്നുമില്ല, സിറ്റി സൈഡിലാണ് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക്കും. എയർ സൈഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇന്റർനാഷണൽ ഇറങ്ങി വന്ന സാധനം അത് ഡൊമസ്റ്റിക് വേണമെങ്കിൽ ഡൊമസ്റ്റിക് ആക്കാം, ഇന്റർനാഷണൽ വേണമെങ്കിൽ ഇന്റർനാഷണൽ ആക്കാം. അത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് എയർ ഇന്ത്യനെ പോലെ ഉത്തരവാദിത്തമുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, എന്നെ പോലെയൊക്കെ ഉണ്ടായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കലും നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കഞ്ഞി കുടിക്കുന്നത് ഈ കമ്പനിയുടെ വരുമാനം കൊണ്ടാണ്, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഉത്തരവാദിത്തമുള്ള ഒരു ജോലി ആയതുകൊണ്ടും ഗവൺമെന്റിനോടും നാടിനോടും ബാധ്യതയുള്ളത് കൊണ്ടും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ എയർ ഇന്ത്യന്റെ ഒക്കെ ഒരു സ്റ്റാഫ് പോലും ഇങ്ങനെയുള്ള ഒരു തെറ്റ് ചെയ്തതായിട്ട് എന്റെ അറിവിലില്ല. ഇല്ല, ഞാനും കേട്ടിട്ടില്ല. അത് മാത്രമല്ല ഞങ്ങളുടെ ഒക്കെ ഒരു ജോലിക്ക് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തരുന്ന സമയത്ത് ഞങ്ങളെ പറ്റി ഇന്റലിജൻസ് ബ്യൂറോ, CBI, ലോക്കൽ പോലീസ്, CID, SBCID ഇങ്ങനെ ഒരു 5-6 വിഭാഗങ്ങൾ ഞങ്ങളെപ്പറ്റി അന്വേഷിക്കും. ഞങ്ങൾ വല്ല നക്സലാണോ അതാണോ ഇതാണോ എന്നൊക്കെ. അപ്പം നമ്മളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ജോലിക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊബേഷൻ പീരീഡ് തരും. ആദ്യം ജോലിക്ക് ഞങ്ങളെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് 6 മാസം അല്ലെങ്കിൽ 1 വർഷം ആ ജോലി സ്ഥിരപ്പെടുത്തൂല. കാരണം ഞങ്ങളെപ്പറ്റി അന്വേഷിച്ച് 6 months പ്രൊബേഷൻ മാൻഡേറ്ററി ആണ്. പക്ഷെ ചില സ്ഥലത്ത് അത് ഒരു 1 year പ്രൊബേഷനൊക്കെ വരും. ഈ 6 മാസം 1 വർഷം കൊണ്ട് ഞങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, ഞങ്ങളുടെ ജാതകം വരെ എല്ലാ ഡീറ്റെയിൽസും എടുക്കും. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ 100% കറ കളഞ്ഞവർക്ക് മാത്രമേ ഈ ഫീൽഡിൽ പോകാൻ പറ്റൂ. വേറെ ഏത് ഫീൽഡിലായാലും നമ്മുടെ രാജ്യരക്ഷനെ ബാധിക്കുന്നില്ല. പിന്നെ ഞാനെപ്പോഴും പറയും സർ, ആർമി ആൻഡ് എയർപോർട്ട് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരേ ലെവലാണ്. അതുകൂടാതെ ഈ സെലിബിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ആ പോയിന്റിലേക്ക് വരുന്ന ഈ സെലിബിന്റെ കാര്യത്തിൽ എനിക്ക് എവിടെയാണ്, ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ ഞാനായിരുന്നു മേഡം അതിന്റെ കോർഡിനേറ്റർ, കംപ്ലീറ്റ് കണ്ണൂർ എയർപോർട്ടിന്റെ കോർഡിനേറ്റർ ആയിരുന്നു ഞാനാണ് ഉദ്ഘാടനം വരെ നിന്ന്, മുഖ്യമന്ത്രി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ സെലിബി അതിനകത്ത് കയറി. അപ്പൊ ഈ സെലിബി ഞങ്ങൾ കൊടുത്ത ഒരു കൊട്ടേഷൻ ഉണ്ട്, ഒരു ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ ഗോയറിന് ഞങ്ങൾ കൊടുത്തൊരു കൊട്ടേഷൻ ഉണ്ട്. ആ കൊട്ടേഷന്റെ എത്രയോ കുറച്ചിട്ടാണ് ഇവരൊരു പുതിയ കൊട്ടേഷൻ എടുക്കുന്നത്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് പണമല്ല ആവശ്യം, അതിന്റെ ഉള്ളിൽ നുഴഞ്ഞു. യെസ് മേഡം, ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ രാജ്യരക്ഷനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നുള്ളത്. കുറച്ച് വർഷം മുമ്പേ കൊച്ചി എയർപോർട്ടിൽ ഒരു ജംബോ ജെറ്റ് ഫ്ലൈറ്റ്, എയർ ഇന്ത്യയുടെ ജംബോ ജെറ്റ്, സാധാരണ യുദ്ധ സാധനങ്ങളും ഇങ്ങനെയുള്ള ഡ്രോൺസും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ചിലപ്പം പ്രൈവറ്റ് ജെറ്റിലൊക്കെ ആയിരിക്കും. അല്ലാതെ എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് കാർഗോ എടുത്തിട്ട് കൊച്ചിയിലേക്ക് വരാൻ പറ്റില്ല. കാരണം പല ആൾക്കാർ കണ്ടുപിടിക്കും ഇതൊക്കെ എന്തൊക്കെയാ സാധനങ്ങൾ വരുന്നത്, എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിൽ എന്താ ലോഡ് വന്നതെന്ന്. അത് അവരെ ശത്രു രാജ്യങ്ങളിൽ കണ്ടുപിടിക്കും. അത് കാരണം ഇസ്രായേലിൽ നിന്ന് ഒരു ഫുൾ ഫ്ലൈറ്റ്, കാർഗോ ഫ്ലൈറ്റിലെ ഒരു ഫുൾ ഫ്ലൈറ്റ് ഡ്രോൺസ് കൊച്ചി എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വളരെ സീക്രട്ട് ആയിട്ട് നമ്മളോട് പറയും, ഇതുപോലെ ടോപ്പ് ലെവലിലുള്ളവർക്ക് പറയും നിങ്ങൾ പോയി അത് കൈകാര്യം ചെയ്യണമെന്ന്. എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഇപ്പൊ അന്ന് ചിലപ്പോൾ മുരുകൻ എന്ന് പറഞ്ഞൊരു ജനറൽ മാനേജറെ പറ്റി മാഡത്തിന് അറിയായിരിക്കും.
ആ മുരുകൻ അന്ന് ഡെപ്യൂട്ടി GM എന്തോ ആയിരുന്നു. അയാളായിരുന്നു ഇതൊരു വളരെ സീക്രട്ട് ആയിട്ട് പോയിട്ട് കൊച്ചിയിൽ നിന്ന് കംപ്ലീറ്റ് ഇറക്കി എയർഫോഴ്സിന് ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള പല മൂവ്മെന്റും ഇത് നമ്മൾ മാത്രം അറിയുന്ന ഒരു സീക്രട്ടാണ്. അത് രാജ്യരക്ഷനെ ഒരിക്കലും ബാധിക്കില്ല, നമ്മളെ വായിന്ന് പോകൂല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളുടെ ചോറാണല്ലോ, അപ്പൊ നമ്മൾ പോകൂല. നമ്മളെ ട്രെയിനിങ് അങ്ങനെയാ സർ. നമ്മുടെ എയർലൈനിൽ ഇപ്പോൾ ഡയറക്ട് ഫോറിൻ എയർലൈൻസ്. അത് മാത്രമല്ല, ഏവിയേഷൻ ഫീൽഡിൽ ഞങ്ങളെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ്, അതായത് ജീവച്ഛവാക്കി ഞങ്ങളെ പ്രവർത്തനക്ഷമത ഇല്ലാത്തവരാക്കി വിട്ടത് പഴയ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് വേണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് കുഴിയിലിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. കൈ രണ്ടും കെട്ടിയിട്ടിട്ട് പുറംചൊറിയാൻ പറഞ്ഞാൽ പറ്റുമോ? അതുപോലെ ഞങ്ങളുടെ എയർ ഇന്ത്യയുടെയും അന്നത്തെ ഇന്ത്യൻ എയർലൈൻസിന്റെ ഒക്കെ കൈ രണ്ടും കെട്ടിയിട്ട് ഗവൺമെന്റ് ഞങ്ങളെ കൊണ്ട് പുറംചൊറിയാൻ പറഞ്ഞു. ഇത് നടക്കൂലെന്ന് അവർക്കറിയാം. അങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞ് ഞങ്ങളെ ഇല്ലാതാക്കി. അങ്ങനെയാണ് ഈ സെലിബിയെ ഉള്ളിൽ കയറ്റിയത്. ഈ സെലിബി ഇന്ന് ഞാൻ പറയാം, ഇന്ന് നമ്മളുടെ, അതായത് ഞങ്ങൾ നേരത്തെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് $2500 ആയിരുന്നു ഒരു സാധാരണ ഒരു ഫ്ലൈറ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. വലിയ ഫ്ലൈറ്റിന് $5000 വരെ നമ്മൾ ചാർജ് ചെയ്യുമായിരുന്നു. ഇവര് വന്നിട്ട് എന്താ ചെയ്യുന്നറിയോ? അത് ഏകദേശം $1,200 കുറച്ചു. അതെ, അതായത് അവർക്ക് ലാഭമല്ല വേണ്ടത്, ഈ ഫീൽഡിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറണം. അതായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം നിറവേറ്റി കൊടുത്ത് 2010 മുതൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ 2010 മുതൽ ഒന്നും അല്ലാതിരുന്ന ഒരു ടർക്കിഷ് കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് അവരുടെ അക്രമം കാണിച്ചു. ഇപ്പം അവർ ഒരു ദിവസം ഒരു വർഷം 58,000 ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നു ഇന്ത്യ മഹാരാജ്യത്ത്. ഈ നമ്മളുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് 58,000 ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നു. 5,45,000 ടൺ കാർഗോ, 5,45,000 ടൺ കാർഗോ ഒരു വർഷം ഹാൻഡിൽ ചെയ്യുന്നു. ഇറ്റ് മീൻസ് ഒരു ഫ്ലൈറ്റിന് നമ്മൾ കണക്ക് കൂട്ടിയാൽ തന്നെ, ഇപ്പം എയർ ഇന്ത്യ ഇല്ലാത്തതുകൊണ്ട്, കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പഴയ റിലയൻസിന്റെ സിസ്റ്റമാണ്. ആദ്യം വില കുറച്ച് കൊടുക്കും, പിന്നെ സർവീസ് കൊടുത്തിട്ട് പിന്നെ അതിന്റെ വില കൂട്ടും. ആ സിസ്റ്റത്തിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ മോണോപ്പൊളി കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇപ്പൊ അവര് ഡൽഹി, ബാംഗ്ലൂർ, അഹമ്മദാബാദ്, മദ്രാസ്, കൊച്ചി ഇവിടെ ഒക്കെ ചെയ്യുന്ന. കേരളത്തിലെ 2 എയർപോർട്ടും അവർ ചെയ്യുന്നു. കേരളത്തിലെ 2 എയർപോർട്ടിൽ ഹാൻഡ്ലിംഗ് നിർത്താൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിചാരിച്ചാൽ മതി, ഒറ്റ നിമിഷം കൊണ്ട്. കാരണം സിയാലും കിയാലും, കണ്ണൂർ എയർപോർട്ടും കൊച്ചി എയർപോർട്ടും കേരള ഗവൺമെന്റിന്റെ കീഴിലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ. അവർക്ക് വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും ഈ കമ്പനിയെ പുറത്തുവിടാം. ഈ കമ്പനിയെ അങ്ങനെ പറ്റുമോ? അല്ല, ഏവിയേഷൻ മിനിസ്ട്രി കൊടുത്ത ഒരു കരാറല്ലേ? പറ്റും. അത് എന്റെ വേറൊരാള് കയറാൻ പാടില്ല തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ എന്റെ എയർപോർട്ട്, എന്റെ സ്വന്തം എയർപോർട്ടാണ്. അവിടെ ആര് ഹാൻഡിൽ ചെയ്യണം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് സെൻട്രൽ ഗവൺമെന്റിന് അതിന് ഒരു ഭാഗവുമില്ല. പക്ഷെ അവിടെ ഗവൺമെന്റ് സർവീസ് ഉണ്ടല്ലോ. ഞങ്ങളുടെ എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇന്ത്യയിലുള്ള 172 എയർപോർട്ടിൽ ഈ സംവിധാനം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പോഴാണ് മനസ്സിലായത്, വെറുതെയല്ല 10 കോടി കൊണ്ടുപോയി തുർക്കിക്ക് കൊടുത്തത്. 10 കോടി തുർക്കി ഗിവ് ആൻഡ് ടേക്ക് ആണ്. മനസ്സിലായിപ്പോ? അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് പെട്ടെന്ന് തുർക്കി സ്നേഹം വന്നതെന്ന് ഇപ്പൊ മനസ്സിലായി സാർ. അത് മാത്രമല്ല സാർ, ഇതില് കാർഗോ ഹാൻഡ്ലിംഗ് ചെയ്യുന്നത് 1 കിലോയ്ക്ക് സാധാരണഗതിയിൽ നമ്മൾ തന്നെ പറയും. ഇപ്പം ഞാൻ ഈ സർവീസ് വിട്ട് വെളിയിൽ വന്നിട്ട് ഞാനൊക്കെ ഒരു കാർഗോ ബിസിനസ് ചെയ്യുന്ന ആ കമ്പനിയുടെ CEO ആണ്. പക്ഷേ 1 കിലോയ്ക്ക് 5 രൂപ കൂട്ടിക്കോ സാർ. സാധാരണഗതിയിൽ ഒരു ചുമട്ട് തൊഴിലേക്ക് വരെ കിട്ടും. 1 കിലോയ്ക്ക് 5 രൂപ കൂട്ടിയാൽ തന്നെ 5,45,000 ടൺ കാർഗോ ഒരു വർഷം അവർ ഇന്ത്യ മഹാരാജ്യത്ത് കൈകാര്യം ചെയ്യുന്നു. ഈ 5,45,000 ടൺ കാർഗോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചു പെറുക്കി എടുക്കാൻ പറ്റുമോ? പറ്റൂല. അത് മനുഷ്യ സാധ്യമേ അല്ല. പക്ഷെ അതിനകത്ത് യുറേനിയം കൊണ്ടിരുന്നുണ്ടോ, ആറ്റം ബോംബ് കൊണ്ടിരുന്നുണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് എന്താ കൊണ്ടുപോകുന്നത്, നമ്മളുടെ ധാതുക്കള്, മിനറൽസ് എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഇതൊക്കെ ടാർമാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട്, കണ്ണൂരിൽ നിന്ന് ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് എന്നൊരു സാധനം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എയർപോർട്ട്, ഇപ്പം പല ഡൊമസ്റ്റിക് എയർപോർട്ടൊന്നും ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ടാർമാക് ടു ടാർമാക് അത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ അത് ഇന്റർനാഷണൽ ഒന്ന് പോയി. ആർക്കും കണക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കസ്റ്റംസിനും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഡൊമസ്റ്റിക്കിനും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഇത് പിന്നെ കൂടാതെ നമ്മളുടെ വിദേശ നാണ്യ വിനിമയം എന്ന് പറഞ്ഞാൽ വിദേശ നാണ്യ ശേഖരത്തില് ഇതിന്റെ ബാധ്യത എത്രയുണ്ടെന്ന് കണക്ക് കൂട്ടാൻ അറിയുന്നവർക്കൊക്കെ കണക്ക് കൂട്ടാൻ പറ്റും. ഞാനൊന്നും ഒരുപാട് ജോലി ചെയ്തു ഇതൊക്കെ ചെയ്തു എന്നല്ലാതെ അന്ന് നമ്മളെ ഒന്നും ചെയ്യാൻ വിടൂല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സാർ ഞാൻ 2020 VRS എടുത്തിട്ട് വെളിയിൽ വന്നാണ് സാർ, എനിക്ക് സർവീസ് ബാക്കിയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ സസ്പെൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും.
നമ്മളെ ഫാമിലിനെ ഡിസ്റ്റർബ് ചെയ്യും. ഇതൊരു സിസ്റ്റം ആയിരുന്നു. ആ സിസ്റ്റത്തിനെ കൊണ്ടുവന്നത് പഴയ ഗവൺമെന്റ് ആണ്. ഇപ്പം ടാറ്റ വന്ന് ഒരു ടർക്കിഷ് CMD-യെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റൂല എന്ന് ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി പറഞ്ഞു. ടാറ്റയോടെ പറഞ്ഞു, രത്തൻ ടാറ്റ ജീവിച്ചിരിക്കുന്ന സമയത്ത് രത്തൻ ടാറ്റയോട് ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ട്. അന്നൊരു ചങ്കുറപ്പുള്ള സിവിൽ ഏവിയേഷൻ മന്ത്രി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ഈ തുർക്കിക്കാരനെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആ തീരുമാനം ടാറ്റ വിചാരിച്ചിട്ട് പോലും നടപ്പാക്കാൻ പറ്റില്ല. അത്രയും ധീരമായ ഒരു ഗവൺമെന്റ് ഉണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രത്തിന്റെ എന്താ പറയാ, എനിക്ക് നാടാണ് വേണ്ടത്, രാഷ്ട്രീയമല്ല. ഐ ആം നോട്ട് എ പൊളിറ്റീഷ്യൻ. രാജ്യം ഉണ്ടെങ്കിലല്ലേ രാഷ്ട്രീയമുള്ളൂ സാർ. ഈ രാജ്യം അല്ല, അപ്പോൾ ആ ചങ്കൂറ്റം അല്ല, ഈ എയർ ഇന്ത്യ പിന്നെ ടാറ്റ എടുത്തപ്പോൾ അതിൻ്റെ തലപ്പത്ത് ടർക്കിഷ് CMD വേണ്ട എന്ന തീരുമാനമെടുത്ത പ്രധാനമന്ത്രി, നമ്മുടെ വ്യോമയാന മന്ത്രി, ഇവിടുന്ന് ഈ സെലബിയെ പടിയടച്ച് പിണ്ടം വെക്കാനും ഇതേ ആർജവം കാണിക്കണം എന്നതാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. എനിക്ക് ഇത്രയും എക്സ്പേർട്സ് ഒക്കെ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എന്നാലും ലൈവായിട്ട് ഈ ഫീൽഡിൽ 33 വർഷം ജോലി ചെയ്തു. ഞാൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞല്ല, എന്റെ മകന് എയർ ഇന്ത്യയുടെ സീനിയർ ക്യാപ്റ്റൻ ആണ്. അപ്പൊ എനിക്കും പേടിയുണ്ട്. എന്റെ മക്കളൊക്കെ പോകുന്നതില്ലേ ഫ്ലൈറ്റില്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ടർക്കിഷ് കമ്പനി ഇന്ത്യയിലുള്ള നല്ല ഹൃദയഭാഗം കംപ്ലീറ്റ് ഈ ടർക്കിഷ് കമ്പനി കൈയെടുത്തു. ഡൽഹി എയർപോർട്ടിന്റെ ടാർമാക്ക്, അതാ മാഡം, ഡൽഹി എയർപോർട്ടിന്റെ ടാർമാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർഫോഴ്സിന്റെ ടാർമാക്ക് വന്ന് അതൊന്നാണ്. വേറെ എവിടെ വ്യത്യാസം? നമ്മുടെ ഡൽഹി എയർപോർട്ടിന്റെ ടാർമാക്കും പിന്നെ സിവിൽ ടാർമാക്കും ഡിഫൻസ് ടാർമാക്കും ഏകദേശം ഒന്ന് തന്നെയാണ്. വെളിയിൽ മാത്രമേ കാണാൻ ഒരു മതിലുള്ളൂ സാറേ.